നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടത്തി പ്ലീസ് ഇങ്ങനൊന്നും സംസാരിക്കില്ലേ. അമൃത എടത്തിക്ക് എന്തോ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ അത്ര കാര്യമാക്കിയില്ല. ശ്യാമയുടെ വെറുതെ ഉള്ള തോന്നലാണെന്ന് കരുതി. പക്ഷെ അമൃത എടത്തിക്ക് ദേഷ്യം തോന്നണമെങ്കിൽ അതിനൊരു വലിയ കാരണം ഉണ്ടാവുമല്ലോ എന്ന് പിന്നീട് ചിന്തിച്ചു. ഇപ്പൊ മനസ്സിലായി എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അമൃത എടുത്തി എന്താന്ന് വെച്ചാ ഒന്ന് തുറന്ന് പറയ. എഴുത്തിക്ക് അമ്മയുടെ സ്ഥാനം തന്നിട്ടുള്ളത് അറിയാലോ. അമ്മയെ ആരും മനഃപൂർവ്വം വേദനിപ്പിക്കില്ല. അറിയാതെ എന്തെങ്കിലും തെറ്റ് ശ്യാമയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തി അത് ക്ഷമിക്കണം. ഇപ്പൊ ഇടത്തേക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടാവുമല്ലേ? ആ സമാധാനത്തിന് കാരണക്കാരി ഈ നിൽക്കുന്ന ശ്യാമയാ. ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഏടത്തി സംസാരിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോ നാളത്തെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. നാളെ പൂജ കഴിഞ്ഞ് ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് പോകും. എന്താടാ ഏട്ടാ, അത് നാളെ ക്ഷേത്രത്തിൽ പോവല്ലേ, അതൊന്ന് എടുത്തോട് പറയാൻ വന്നതാ. എന്താ മോളെ? ഏയ് ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ല. ഇങ്ങോട്ട് വാ. അമൃതേ, അഖിലും ശ്യാമയും വന്നത് നീ ശ്രദ്ധിച്ചില്ലേ? അമൃത ഏട്ടാ, ഏടത്തി പാട്ട് കേൾക്കല്ലേ? നല്ല പാട്ടല്ലേ? ഞങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട പാട്ടാ. ഒരുപാട് പേര് ഈ പാട്ടിനെയും പാടിയ ആളിനെയും ആരാധിക്കുന്നുണ്ട്. അമൃത എടുത്തിയും കൃഷ്ണ തുളസി ഇഷ്ടപ്പെടുക. എന്തായാലും എടുത്തി പാട്ട് കേൾക്കട്ടെ. പിന്നെ ഏടുന്നാളെ കാണുമല്ലോ ഞങ്ങള് അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോ. ഞാനുണ്ടാവൂടാ. ശരി ഏട്ടാ. ശരി മോളെ. അമൃതേ, നീ അവരെ ഇൻസൾട്ട് ചെയ്തു. അവരെ മാത്രമല്ല എന്നെയും ഇൻസൾട്ട് ചെയ്തതുപോലെയാ. ഇതൊന്നും ഓഫ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചെറിയും. ഞാൻ എങ്ങനെ മറുപടി പറയുന്നെന്ന് അപ്പൊ കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.